സ്നേഹമുള്ളവരെ, 2024 പാർലമെൻറ്റ് ഇലക്ഷൻ ജൂൺ 1 പൂർത്തിയായിരിക്കുകയാണ്. 543 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച ഒരു മണ്ഡലം ഒഴികെ 542 മണ്ഡലങ്ങളിലും വോട്ടുകൾ EVM-ൽ ആക്കി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജൂൺ 4 രാവിലെ 8 മണി മുതൽ അതിൻ്റെ കൗണ്ടിങ് ആരംഭിക്കും. അതിനു മുമ്പായി തപാൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തും. ഏതാണ്ട് 10 മണിയോടുകൂടെ നമുക്ക് പ്രാഥമിക ഫലങ്ങൾ അറിയാൻ സാധിക്കും. എന്നാൽ അതിനു മുമ്പായി കേരളത്തിലെയും ഇന്ത്യയിലെ മുഴുവനുമായുള്ള തെരഞ്ഞെടുപ്പ് ഫല പ്രവചനം നടത്താനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞാൻ നടത്തിയ പ്രവചനം 100% ശരിയായിരുന്നു എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഉദ്യമത്തിലേക്ക് കടക്കുന്നത്. ആദ്യമായി കേരളത്തിലെ കാര്യമെടുക്കാം. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന 5 നിയോജക മണ്ഡലങ്ങളും ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന 5 നിയോജക മണ്ഡലങ്ങളും ഉള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. UDF 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ തീർച്ചയായും ആദ്യത്തേത് വയനാടാണ്. അവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യത്തെ 4,30,000 വോട്ട് എന്നത് അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് 4 ലക്ഷം വോട്ടിനോട് അടുപ്പിച്ച് ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുക തന്നെ ചെയ്യും. രണ്ടാമത് മലപ്പുറമാണ്. അവിടെ കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ വർഷം അതിൽ വലിയ കുറവൊന്നും വരാൻ പോകുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൊന്നാനിയിൽ അതേസമയം ചെറിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായേക്കാമെങ്കിലും പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണ്. 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കുന്ന മൂന്നാമത്തെ നിയോജക മണ്ഡലം എറണാകുളമാണ്. എറണാകുളത്ത് ശ്രീ ഹൈബി ഈഡൻ ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. നാലാമത് ഇടുക്കി മണ്ഡലത്തിൽ ശ്രീ ഡീൻ കുര്യാക്കോസ്, അദ്ദേഹവും 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇനി 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങൾ ആദ്യമായിട്ട് ഉള്ളത് കൊല്ലമാണ്. കൊല്ലത്ത് ശ്രീ MK പ്രേമേന്ദ്രൻ 1 ലക്ഷത്തിൽ കൂടിയ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും. പിന്നെ കൂടുതൽ ഭൂരിപക്ഷം പറയാവുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടിയിലും ശ്രീ ബെന്നി ബെഹനാൻ 50,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതുപോലെ തന്നെ കാസർഗോഡ് ശ്രീ ഉണ്ണിത്താൻ, അദ്ദേഹവും 50,000-നും 1 ലക്ഷത്തിനും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കോഴിക്കോട് തീർച്ചയായിട്ടും സിറ്റിംഗ് MP ആയിട്ടുള്ള UDF സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും അവിടെയും വിജയിക്കും. തൃശ്ശൂർ മണ്ഡലവും തിരുവനന്തപുരമാണ് ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള 2 മണ്ഡലങ്ങൾ. ഈ 2 മണ്ഡലങ്ങളിലും BJP അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും എങ്കിലും ഈ 2 മണ്ഡലത്തിലും ജയിക്കുക UDF-ൻ്റെ സ്ഥാനാർത്ഥികളായിരിക്കും. തൃശ്ശൂർ ശ്രീ മുരളീധരനും തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരും വിജയിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ആറ്റിങ്ങൽ, മാവേലിക്കര മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MP-മാരായ ശ്രീ അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും വിജയിക്കും. അതുപോലെ പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണിയും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകും. കോട്ടയം നിയോജകമണ്ഡലത്തിൽ സിറ്റിംഗ് MP-ആയ ശ്രീ തോമസ് ചാഴികാടൻ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി. എന്നാൽ ഈ പ്രാവശ്യം അദ്ദേഹം LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഈ പ്രാവശ്യം അദ്ദേഹം 50,000-ത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടാനാണ് പോകുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ സുരേഷ് തന്നെ വീണ്ടും ജയിക്കും. പാലക്കാട് ശ്രീകണ്ഠനും വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും വിജയിച്ച് കയറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴ ഒരു കനൽത്തരി ആയിട്ട് അവശേഷിച്ചിരുന്ന ആലപ്പുഴ ഈ പ്രാവശ്യം ആ കനൽത്തരി കെടാനാണ് എല്ലാ രീതിയിലുള്ള സാധ്യത. അവിടെ സിറ്റിംഗ് MP LDF സ്ഥാനാർത്ഥി പരാജയപ്പെടും. അവിടെ കോൺഗ്രസിൻ്റെ ശ്രീ KC വേണുഗോപാൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അങ്ങനെ ചുരുക്കത്തിൽ കേരളത്തിലെ 20 നിയോജകമണ്ഡലങ്ങളിൽ UDF വിജയക്കൊടി പാറിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അടുത്തതായി ഇന്ത്യ ഒട്ടുക്കുള്ള പ്രവചനമാണ്. നമുക്കറിയാം, ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു ഈസ് ബാർ 400 ബാർ. 400 ബാർ, അതായത് 400-ൽ കൂടുതൽ സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരും എന്ന് ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് തീർച്ചയായും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലാക്കുമ്പോൾ അത് ഒരു അധിക അവകാശവാദമായി നമുക്ക് തോന്നത്തില്ല. തീർച്ചയായും എനിക്കും അന്ന് അങ്ങനെ തോന്നിയില്ല. എന്നാൽ അത് കഴിഞ്ഞ് സാഹചര്യങ്ങൾ വളരെയധികം മാറി. ജനങ്ങൾ ആ പ്രതിപക്ഷത്തിൻ്റെ റോള് ഏറ്റെടുത്തു. ശ്രീ മോദിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലായി മത്സരം. അവരുടെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ 272 സീറ്റ് നേടി ഭൂരിപക്ഷത്തോടുകൂടെ അധികാരത്തിൽ വരാം. ഇത് BJP-ക്ക് തന്നെ നേടുകയും ബാക്കി ഇന്ത്യ അലയൻസിന് ഒരു 50 സീറ്റ് കിട്ടുകയും ചെയ്താൽ അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാവും. ആരും ഇന്നത്തെ സാഹചര്യത്തിൽ BJP-ക്കോ മോദിക്കോ ഭീഷണിയായിട്ട് വരാൻ യാതൊരു സാധ്യതയുമില്ല.
പിന്നെ എന്തിനാണ് അവർ 400 സീറ്റിൽ കൂടുതൽ വേണം എന്നുള്ള ആ ഒരു ആവശ്യം ഉന്നയിച്ചത്, അല്ലെങ്കിൽ ആ അവകാശവാദം ഉന്നയിച്ചത് എന്നുള്ളത് ജനങ്ങൾ വളരെയധികം സംശയത്തോടുകൂടിയാണ് നോക്കിക്കേണ്ടത്. അതിന് BJP എംപിമാർ തന്നെ മറുപടി പറഞ്ഞു, 400 സീറ്റ് കൂടുതൽ കിട്ടിയെങ്കിലേ നമുക്ക് ഭരണഘടന മാറ്റാൻ പറ്റത്തുള്ളൂ, അതുപോലെ OBCക്ക് ഉള്ള റിസർവേഷൻ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ BJP എംപിമാർ തന്നെ ജനങ്ങളോട് പറയുകയുണ്ടായി. ഇതും പ്രതിപക്ഷത്തിൻ്റെ തുടർച്ചയായ പ്രചരണങ്ങളുമെല്ലാം ജനങ്ങൾ വളരെയധികം സംശയത്തോടെയാണ് BJP നേതൃത്വത്തെ കണ്ടത്. അവരുടെ 400 സീറ്റ് എന്ന അവകാശവാദം അത് ഗുണത്തേക്കാൾ ഇരട്ടി ദോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതി, അത് പ്രത്യേകിച്ച് ബീഹാർ, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് വളരെ കുറവില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഈ പ്രാവശ്യം BJPക്ക് ഭൂരിപക്ഷം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് 1977 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചോ അതേ രീതിയിൽ തന്നെ ഈ പ്രാവശ്യം ഇന്ത്യയിലെ ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഇന്ത്യ മുന്നണിയുടെ കീഴിൽ അണിനിരക്കുകയും മോദി സർക്കാരിനെതിരായി വോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതിനിടെ സംഭവിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം NDAക്ക് വോട്ട് ചെയ്ത നിരവധി ആളുകൾ ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോലും മെനക്കെട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ അത്രമാത്രം മോദി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ ഖിന്നരാണ്. അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി മോദി വരുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് സത്യം. ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം കുറയാനുള്ള പ്രധാനമായ ഒരു കാരണം ഇതാണ്. അതിനോടൊപ്പം തീർച്ചയായും കൂടി വന്നുകൊണ്ടിരുന്ന താപനിലയിലുള്ള വർധന, ഇതൊക്കെ ഘടകങ്ങളാണെങ്കിലും പ്രധാനമായിട്ടും ഞാൻ കരുതുന്നത് ഒരു ആളുകൾ പ്രത്യക്ഷമായി കാണിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറയാനിടയായത്. തീർച്ചയായും വോട്ടിംഗ് ശതമാനം കുറയാനിടയായത് NDAയുടെയും BJP സ്ഥാനാർത്ഥികളുടെയും ഒക്കെ വിജയസാധ്യതയെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ മറ്റൊരു ഘടകം UP ആണ്. വാസ്തവത്തിൽ UPയിൽ ആര് ജയിക്കുന്നു അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക, UPയും ഡൽഹിയും. തീർച്ചയായും ഈ പ്രാവശ്യം UPയിൽ BJPക്ക് സീറ്റുകളുടെ എണ്ണം കുറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ഇന്ത്യ സഖ്യവും NDAയും മായാവതിയുടെ BSPയും തമ്മിലാണ് മത്സരം. ത്രികോണ മത്സരമാണ് മിക്ക മണ്ഡലങ്ങളിൽ നടക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മായാവതി ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ഒരു മണ്ഡലത്തിലും പ്രചാരണത്തിന് പോയില്ല. അവർ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം, അവരെ BJP ഭീഷണിപ്പെടുത്തിയാണ് പല സ്ഥാനാർത്ഥികളെയും നിശ്ചയിപ്പിച്ചത്. അതുപോലെ അവരുടെ മരുമകൻ അവരുടെ പിൻഗാമിയാക്കി പ്രഖ്യാപിച്ചിരുന്നു. അയാളെ മാറ്റാനും BJPയിൽ നിന്ന് നിർബന്ധമുണ്ടായി. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മായാവതി BJPയോട് വളരെയധികം അമർഷത്തിലാണ്. എന്നാൽ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവർ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മായാവതിക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ട വോട്ടുകൾ അത് അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ BJPക്ക് കിട്ടാമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സംഭവിക്കുന്നത്, ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തി, ഈ സ്ഥാനാർത്ഥികൾ ഒന്നും വോട്ട് പിടിക്കത്തില്ല, അവർക്ക് വേണ്ടി ആരും പ്രചരണം നടത്തിയില്ല. ആ വോട്ടുകൾ ഇന്ന് SP സമാജ്വാദി പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് മാറ്റപ്പെടുന്നതായിട്ടാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും UPയിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 62 സീറ്റ് എന്നുള്ളത് വെറും ഒരു സ്വപ്നം മാത്രമായി BJPക്ക് അവശേഷിക്കപ്പെടും. അവർ ഒരു 30 സീറ്റിൽ കൂടുതൽ UPയിൽ പിടിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതുപോലെ ഡൽഹിയിലും ഒരു 3 സീറ്റിൽ കൂടുതൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ 4 സീറ്റ് ഡൽഹിയിലും ഏതാണ്ട് 52 സീറ്റ് UPയിലും പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബീഹാറിൽ നിതീഷ് കുമാർ NDAയുടെ കൂടെ പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു NDA സഖ്യത്തിന് അത് മുതൽക്കൂട്ടാകും. എന്നാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, നിതീഷ് കുമാറിൻ്റെ മാറ്റത്തോടുകൂടെ BJPക്ക് ബീഹാറിൽ കിട്ടാമായിരുന്ന സീറ്റുകളുടെ എണ്ണം കുറയും എന്നുള്ളതാണ്. കാരണം നിതീഷ് കുമാർ ഏത് സ്റ്റാൻഡാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് 4-ാം തീയതിക്ക് ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹം ഏത് റോളും അഭിനയിക്കാൻ എടുക്കാനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 4-ാം തീയതി ഇന്ത്യ മുന്നണിക്കാണ് ഒരുപക്ഷം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷത്തെ അടുത്ത് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നിതീഷ് കുമാർ വീണ്ടും NDAയുടെ ഭാഗമായി പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ പോയില്ലെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ RJD നല്ല തോതിൽ ബീഹാറിൽ സീറ്റുകൾ കരസ്ഥമാക്കുകയും NDA സഖ്യത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ബീഹാറിൽ ഇന്ത്യ മുന്നണി പിടിക്കുകയും ചെയ്യും. അതുപോലെ ബംഗാളിലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 18 സീറ്റ് ഈ പ്രാവശ്യം BJPക്ക് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവരുടെ സീറ്റ് ഒരു 15 സീറ്റിൽ കൂടുതൽ BJPക്ക് കിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയാണ് പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. അവിടെ 48 സീറ്റുകളാണുള്ളത്. ആ 48 സീറ്റിൽ പകുതി സീറ്റ് പോലും NDA സഖ്യത്തിന് ലഭിക്കില്ല. എന്നാൽ ഏതാണ്ട് 30 സീറ്റുകളോളം ഇന്ത്യ മുന്നണി അവിടെ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെയുള്ളത് തെലങ്കാനയും കർണാടകയുമാണ്. ഈ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. തീർച്ചയായും കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചതുകൊണ്ട് ജനങ്ങൾ വളരെയധികം സംതൃപ്തിയിലാണ്. തീർച്ചയായും അവർക്ക് അവിടെ അവരുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ ഒരു സീറ്റ് ലഭിച്ച കോൺഗ്രസ് തീർച്ചയായും ഈ പ്രാവശ്യം 2 കടക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ തെലങ്കാനയിലും അവരുടെ സീറ്റുകൾ വർദ്ധിക്കും. പഞ്ചാബിൽ ആര് ജയിച്ചാൽ, കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും പഞ്ചാബിലെ മുഴുവൻ സീറ്റുകളും NDA സഖ്യം തൂത്തുവന്നിരുന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ ഹരിയാനയിൽ കോൺഗ്രസ് ഈ പ്രാവശ്യം കുറഞ്ഞത് 6 സീറ്റെങ്കിലും നേടുമെന്നുള്ളതാണ്. അങ്ങനെ ഈ കണക്കുകളെല്ലാം കൂട്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും
എൻ ഡി എ സഖ്യം ഇപ്രാവശ്യം ഭൂരിപക്ഷത്തിലേക്ക് അടുത്തുപോലും എത്തത്തില്ല. BJP ഏറ്റവും കൂടുതൽ 220 സീറ്റ് വരെ മാത്രമേ നേടത്തുള്ളൂ. അവരുടെ NDA സഖ്യകക്ഷികൾ ഏതാണ്ട് 35 സീറ്റുകൾ നേടിയാൽ പോലും 255 സീറ്റിൽ NDAയുടെ അംഗസംഖ്യ അവസാനിക്കും. അങ്ങനെ വന്നാൽ തീർച്ചയായും മോദിയും അമിത്ഷായും യാതൊരു കാരണവശാലും ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇനി മറിച്ച് മറ്റ് കക്ഷികളെ വിലക്കെടുക്കാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുമരുന്നായിരിക്കും നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകളും അതുപോലെ ബിജു പട്നായിക്കൊക്കെ. ബിജു പട്നായിക്ക് ഇന്ത്യയോട് അടുത്താണെന്നാണ് നാം കരുതുന്നത്. എന്നാൽ ഇപ്രാവശ്യം ബിജു പട്നായിക്കും ശ്രീ മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അത് അതിരിടക്കുകയും ബിജു പട്നായിക്കിന് ഒറീസയിലെ ജില്ലകളുടെ പേര് പോലും അറിയില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ അവരെ ചെറുതായിട്ടൊന്നും അല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സീറ്റുകൾ കുറഞ്ഞ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ഒരു മോദി ബിജു പട്നായിക്കിനെ സമീപിക്കുമ്പോൾ നമുക്കറിയാം ബിജു പട്നായിക്ക് തീർച്ചയായും അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അതേസമയം മോദിക്ക് അധികാരത്തിൽ നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ 250 സീറ്റ് കൂടുതൽ BJP കരസ്ഥമാക്കുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ ബിജു പട്നായിക്ക് അവിടെ പോകാൻ സാധ്യത ഉണ്ടാകും. പക്ഷേ ഒരു 220 സീറ്റൊക്കെ BJP നേടുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും ബിജു ജനതാദൾ NDAയുടെ കൂടെ പോകാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹം TDPയുമായിട്ട് തുറന്ന പോരിലാണ് മത്സരത്തിൽ. BJP TDPയുടെ കൂടെയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ജഗ്മോഹൻ ഒരിക്കലും BJPക്ക് അനുകൂലമായി നിൽക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാ മാർഗങ്ങളും BJPയുടെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും BJP വീണ്ടും അധികാരത്തിൽ വരില്ല എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് അവരവിടെ കൂടെ നിൽക്കും. കാരണം അവർക്ക് വികസനം ആവശ്യമാണ്, കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ പണ്ട് പോലെയുള്ള ഒരു നിലപാടാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന നിലയ്ക്ക് അവരോടൊപ്പം നിൽക്കുന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അവലോകനം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഏതായാലും ജൂൺ 4-ാം തീയതി EVM തുറന്ന് ഏതാണ്ട് 2 മണിയോടുകൂടെ തെരഞ്ഞെടുപ്പിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് അറിയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതകൾ ഏതാണ്ട് 90% കൂടുതലാണ്. എന്നെ ശ്രമിച്ച ഏവർക്കും നന്ദി, നമസ്കാരം.